ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ധോണിയുമായി ബന്ധപ്പെട്ടതാണ്. ധോണി എപ്പോൾ വിരമിക്കുമെന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ധോണി പിന്നീട് പറയാമെന്നാണ് CSK മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. ചിലപ്പോൾ ഒരു ദിവസം ധോണി പെട്ടെന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴിതാ സുനിൽ ഗവാസ്കർ ധോണിയുടെ വിരമിക്കലിനെ പറ്റി സൂചന തന്നിരിക്കുകയാണ്. ധോണി വിരമിക്കുന്ന ഡേറ്റ് സുനിൽ ഗവാസ്കറാണ് പറഞ്ഞിരിക്കുന്നത്. വരാൻ പോകുന്ന ജൂലൈ 7-ന് ധോണി വിരമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ ദിവസം ഒരു പ്രഖ്യാപനം വരുമെന്നാണ് ഗവാസ്കർ പറയുന്നത്. ചെന്നൈ ആരാധകർ പേടിച്ചാണിരിക്കുന്നത്. കാരണം ധോണി വിരമിച്ചാൽ പിന്നെ CSK ടീം ഇല്ല. ജൂലൈ 7 ധോണിയുടെ ജന്മദിനത്തിൽ ധോണി വിരമിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസൺ ലേലത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 14 കോടിക്കാണ് സഞ്ജുവിനെ രാജസ്ഥാൻ ടീം റിട്ടേൺ ചെയ്തത്. ഇത്രയും വലിയ തുക കൊടുത്തത് രാജസ്ഥാനെ ലേലത്തിൽ പണിയായിരിക്കും. മെഗാ ഓപ്ഷനിൽ രാജസ്ഥാൻ ടീമിന് പൈസ ആവശ്യമാണ്. തങ്ങളുടെ പേസിൽ മാക്സിമം പൈസ വരുത്തിക്കാനാണ് അവരുടെ പദ്ധതി. അതുകൊണ്ട് കൂടുതൽ കോടി കൊടുത്ത താരങ്ങളെ ലേലത്തിലേക്ക് വിടുകയാണ്. ശേഷം അവിടെ നിന്ന് കുറഞ്ഞ പൈസയ്ക്ക് വിളിച്ചെടുക്കും. ഇതാണ് രാജസ്ഥാൻ ടീമിന്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിനെ ലേലത്തിലേക്ക് വിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശേഷം കുറവ് പൈസയ്ക്ക് സഞ്ജുവിനെ വിളിച്ചെടുക്കാനാണ് രാജസ്ഥാൻ മാനേജ്മെന്റിന്റെ പദ്ധതി. ഇതൊരു നല്ല ഐഡിയ ആണ്. ധോണിയെ ഇതുപോലെ ചെയ്യാനും CSK മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.